മനോഹരമായ ഒരു ഡാമുണ്ട് എന്ന് പറഞ്ഞു കേട്ടിട്ട് ഈ ഒരു ഏരിയയിലേക്ക് വന്നതാണ്. അപ്പോൾ കാണുന്നതാണ് ഒരു പാർക്കിനെ പോലും അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ ഇവിടെ ഇങ്ങനെ ഒരു കച്ചവട സ്ഥാപനം കാണാൻ സാധിക്കുന്നുണ്ട്. അവിടെ ഒരുപാട് വിഭവങ്ങളൊക്കെ തന്നെ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. വ്യത്യസ്തമായിട്ടുള്ളൊരു ഷോപ്പായിട്ടാണ് ഫീലിംഗ് ചെയ്തത്. അങ്ങനെ തൊട്ടടുത്തേക്ക് നോക്കുമ്പോൾ ഇതുപോലെ ഒരുപാട് അയലുകൾ കെട്ടിയിട്ട് തോരട്ടതൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. സംഭവം ചോദിച്ചറിഞ്ഞപ്പോൾ ആണ് മനസ്സിലാക്കാൻ സാധിച്ചത് ഈ ഏരിയയിലുള്ള വീടുകളിൽ നിന്നൊക്കെ ആളുകൾ തിരുമ്പിയതിന് ശേഷം ഉണക്കാനിടുന്ന ഒരു പ്രദേശമാണ് ഇങ്ങനെ ഉള്ളത് എന്നാണ് ഇവിടെ നിന്നും ആളുകൾ പറഞ്ഞത്. തൊട്ടപ്പുറത്തായിട്ടും ഇതുപോലത്തെ കാഴ്ചകൾ തന്നെ ഇതിലും കൂടുതൽ കണ്ടപ്പോഴാണ് എനിക്കൊരു സംശയം വന്നത്. ചിലപ്പോൾ ഇതിനായിട്ട് ഇവിടെ ഒരു ടീമുണ്ടോ എന്ന് തോന്നിപ്പോയി. പിന്നീടാണ് ആ സംശയം ആളുകൾ മാറ്റി തന്നത്. അങ്ങനെ നമ്മൾ ഈ ഒരു ആൽമരത്തിൻ്റെ തൊട്ടടുത്തായിട്ട് നോക്കുമ്പോൾ മീൻ പിടിക്കാനായിട്ട് വന്നിട്ടുള്ള ഒരുപാട് ആളുകളെ കാണാൻ സാധിക്കുന്നുണ്ട്. സിലോപ്പിയാണ് ഇവിടുന്ന് പിടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനിവിടെ ജിലേബി എന്നാണ് പറയുന്നത്. 1 കിലോ മുതൽ 5 കിലോ വരെയൊക്കെയുള്ള മീനുകൾ നമുക്ക് കാണാൻ സാധിച്ചു. ഒരുപാട് മീൻ കിട്ടുന്ന ഒരു ഏരിയ ആയിട്ടാണ് എനിക്ക് ഫീലിംഗ് ചെയ്തത്. ആ ഒരു എകരം ആ ഒരു തടാകത്തെ ഇങ്ങനെ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടാണ് എന്നെനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞ കൂടുതൽ ഉണക്കാനിട്ട ഒരു പ്രദേശമാണ് ആ കാണുന്നത്. അതിൻ്റെ തൊട്ടടുത്തായിട്ട് പല ആളുകളും തിരുമ്മിക്കൊണ്ടൊക്കെ ഇരിക്കുന്നുണ്ട്. ഗ്രാമമാണ് ഇതിൻ്റെ ചുറ്റുഭാഗം കാണുന്നത്. അങ്ങനെ അവിടെ നിന്നൊക്കെ വന്ന ആളുകൾ തിരുമ്പി ഉണക്കിയിടുന്ന ഒരു സ്ഥലമാണ് എന്നാണ് ഇവിടെ നിന്നും മനസ്സിലാക്കാൻ സാധിച്ചത്. അങ്ങനെ ആ ഒരു തിരുമ്പുന്ന സ്ഥലത്തേക്ക് വെള്ളം പോകാൻ വേണ്ടിയിട്ട് ഒരു ഓവിച്ചാലുണ്ട്. ആ ഓവിച്ചാലിൽ നിന്നും ഇവരിങ്ങനെ മീൻ പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചയും കാണാൻ സാധിച്ചു എന്നുള്ളതാണ്. വലിയ വലിയ മീനുകളാണ് അവിടെ നിന്ന് കിട്ടുന്നത് എന്നുള്ളതാണ് വേറെ തന്നെ ഒരു ഹൈലൈറ്റ്, അല്ലെങ്കിൽ വേറെ ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു കാഴ്ച. അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ഒരു ഓട്ടോയിൽ 15ൽ കൂടുതൽ ആളുകളൊക്കെ പോകുന്നത് കാണാൻ സാധിച്ചു എന്നുള്ളതാണ്. നമ്മൾ വന്ന സൈഡിലാണ് ഈ ഒരു കാഴ്ച കാണാൻ സാധിച്ചത്. ഇതുപോലെ പാറകളൊക്കെ തന്നെ ഇങ്ങനെ നിരത്തിയിട്ട് ഒരു ഡാമിനെ രൂപകൽപ്പന ചെയ്യുന്ന രീതിയിലാണ് ഈ ഒരു അണക്കെട്ട് നിർമ്മിച്ചിട്ടുള്ളത്. ഈ ഒരു സ്റ്റെപ്പുകൾ കയറിയിട്ട് വേണം ഈ ഒരു വെള്ളക്കെട്ടിൻ്റെ മേൽഭാഗത്തായിട്ട് ചെല്ലാനായിട്ട്. ഈ സംഭവത്തെ ചെരു എന്നാണ് അറിയപ്പെടുന്നത്. ഒരു ഡാമിനെ മാതൃകയാക്കിയിട്ടുള്ള രൂപത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഈ ഒരു ആൽമരത്തിന് ചുറ്റുമായിട്ട് പല പടങ്ങളൊക്കെ നിലത്തിങ്ങനെ കാണാൻ സാധിക്കുന്നുണ്ട്. അരവണപ്പായസത്തിൻ്റെ ഒരു ബോട്ടിലും അവിടെ നമുക്ക് കണ്ടപ്പോൾ വ്യത്യസ്തമായിട്ടുള്ളൊരു ഫീലിങ്സ് വന്നു എന്നുള്ളതാണ്. അങ്ങനെ നമ്മൾ ഈ ഒരു അണക്കെട്ടിൻ്റെ മേലേക്ക് ചെന്നപ്പോഴാണ് വെള്ളം തുളുമ്പുന്ന രീതിയിലാണ് ഈ ഒരു മതിൽക്കെട്ടിനോട് ചാരിയിട്ട് വെള്ളം നിൽക്കുന്നത്. അപ്പോൾ അത്രയും ഭാഗം എകർത്തി ഈ ഒരു വെള്ളക്കെട്ടിനെ വലുതാക്കിയതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. ഒരുപാട് ആളുകളാണ് മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് പലയിടങ്ങളിലും ഇങ്ങനെ തമ്പടിച്ചിട്ടുള്ളത്. നമ്മുടെ ബാക്കിലായിട്ട് കാണുന്ന ടീം ചൂണ്ടയിൽ മൈദ കോർത്തിട്ടാണ് മീൻ പിടിക്കുന്നത്. നല്ല വലിപ്പമുള്ള മീനൊക്കെ ഇവർക്ക് കിട്ടിയതൊക്കെ ആയിട്ട് നമ്മൾ കണ്ട്. ഏകദേശം 5 കിലോ ഒക്കെ വരുന്ന സിലോപ്പിയാണ് ഇവിടെ കൂടുതലും കിട്ടുന്നത്. പിന്നീട് ഈ അണക്കെട്ടിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് നോക്കുമ്പോൾ ഒരുപാട് വീടുകളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് ഒരുപാട് വീടുകൾ തിങ്ങിപ്പാർക്കുന്ന ഒരു ഏരിയ. പിന്നെ വേറൊരു ഭാഗത്തേക്ക് നോക്കുമ്പോൾ ഒഴിഞ്ഞു കിടക്കുന്ന ഒരുപാട് സ്ഥലങ്ങളും. 10% വീടാണെങ്കിൽ 90% കൃഷിയിടങ്ങളാണ് കാണാൻ സാധിക്കുന്നത്. അങ്ങനെ നമ്മൾ ഈ ഒരു മീൻ പിടിക്കുന്ന ഈ ഒരു ഏരിയയിലേക്ക് വന്നപ്പോൾ ഇവർ ഇങ്ങനെ പരിചയപ്പെടുത്തി തരാണ് എന്തുപയോഗിച്ചിട്ടാണ് ഞങ്ങൾ മീൻ പിടിക്കുന്നത് എന്നുള്ളത് കണ്ടോളൂ എന്നുള്ള രീതിയിൽ. അപ്പോൾ മൈദ കുഴച്ചിട്ട് പിന്നെ മഞ്ഞപ്പൊടിയും മൈദ മിക്സ് ആക്കിയിട്ടാണ് ഇവരിങ്ങനെ ചൂണ്ട എറിയുന്നത്. പിന്നീടാണ് ഇവർ നമ്മളോട് സംസാരിച്ചത് ഒരുപാട് വലിപ്പമുള്ള മീനൊക്കെ നമുക്ക് കിട്ടാറുണ്ട്, പല ടൈമിലും പല രീതിക്കാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ്. അങ്ങനെ നമ്മൾ മറുഭാഗത്തേക്ക് നോക്കിയപ്പോഴാണ് ഓവിച്ചാലിൽ നിന്നും മീൻ പിടിക്കുന്ന വേറൊരു ടീമിനെ കാണാൻ സാധിച്ചത്. ഏകദേശം ഒരു 8-10 കിലോനോളം മീൻ അവർക്കും കിട്ടിയിട്ടുണ്ടാവും എന്നുള്ളതാണ് ഏകദേശം ഒരു കണക്ക് കൂട്ടൽ. അങ്ങനെ ഇവർക്ക് നമ്മൾ വീഡിയോ എടുക്കുന്നതിൽ വളരെയധികം സന്തോഷവും, എവിടെ നിന്നാണ് എന്ന് ചോദിച്ചപ്പോൾ കേരളത്തിൽ നിന്നാണ് എന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ ഒരു ആദരവും കിട്ടിയതിൽ നമ്മളും സംതൃപ്തരായി എന്നുള്ളതാണ്. ഇവിടെ നിന്നും കുറച്ചും കൂടി പോയി കഴിഞ്ഞാൽ ഇതിലും നല്ലൊരു അണക്കെട്ട് കാണാൻ സാധിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവർ പറഞ്ഞ്. അങ്ങനെ നമുക്ക് വേണ്ടിയിട്ട് ഇവർ ഒന്നുകൂടി സ്പീഡായിട്ട് ചൂണ്ട ഇടുന്ന ആ ഒരു പ്രവർത്തനത്തിലേക്ക് കിടക്കുകയാണ്. ഒരു കയറിൽ 2 ചൂണ്ട ഘടിപ്പിച്ചിട്ടാണ് ഇവരെ വീശാനായിട്ട് പോയിട്ടുള്ളത്. നല്ലൊരു ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഏരിയ ആയിട്ടാണ് എനിക്ക് ധർമ്മപുരം എന്ന് പറയുന്ന ഈ ഒരു പ്രദേശത്തെ കാണാനും അനുഭവിക്കാനും സാധിച്ചത്. അങ്ങനെ ഏകദേശം നല്ല ആഴമുള്ള ഒരു അണക്കെട്ടാണ് ഈ കാണുന്നത്. അണക്കെട്ടിനെ വലുതാക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ മതിൽക്കെട്ടുകളൊക്കെ കെട്ടിയിട്ട് ഇങ്ങനെ എകർത്തി നിർത്തിയിട്ടുള്ളത്. ഒരുപാട് കൃഷിയിടങ്ങളൊക്കെ ഈ ഒരു അണക്കെട്ടുമായി ബന്ധപ്പെട്ടിട്ട് ഈ ഒരു ഏരിയയിലുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. അങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞ ഓവിച്ചാലിൽ നിന്നും മീൻ പിടിക്കുന്ന ടീമിന് കിട്ടിയ മീൻ നമുക്ക് കാണിച്ചു തരികയാണ്. അങ്ങനെ അടുത്തൊരു ഏരിയയിലേക്ക് നമ്മളിങ്ങനെ പോകുമ്പോൾ ആ ഒരു അണക്കെട്ടിൻ്റെ മതിൽക്കെട്ടിൻ്റെ ആ ഒരു ഹൈറ്റാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഓൾ ഇന്ത്യ യാത്രയിൽ പതിയെ ഉള്ള യാത്രയാണ്. ഏകദേശം ഒരു ദിവസം 25-50 കിലോമീറ്ററേ നമ്മൾ യാത്ര ചെയ്യുള്ളൂ. ഇതുപോലത്തെ ചെറിയ കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ചിട്ടുള്ള യാത്രയാണ്.
അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ആളുകളാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുവാൻ മറക്കരുത്.